ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോളിഡ് വർക്ക് ഉപയോഗിച്ചിട്ട് ഒരു ഇയർഫോണാണ്. ഇയർഫോണിൻ്റെ ഹെഡാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സർഫേസ് മോഡൽ, സോളിഡ് വർക്കിൻ്റെ സർഫേസ് മോഡൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നേരെ നമുക്ക് ന്യൂ പാർട്ട് എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. എന്നിട്ട് ആദ്യം ഒരു 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം സെൻറ്റർ ലൈൻ ചൂസ് ചെയ്ത് സെൻറ്റർ പോയിന്റ് വെച്ചിട്ട് ഇതുവരെ ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ ഡയമെൻഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഈ ലൈനിൻ്റെ 1.5 12.5 mm. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ഈ ലൈൻ തൊട്ട് ഈ ലൈൻ വരെ 91.65. ഓക്കെ കൊടുക്കാം. എന്നിട്ട് സ്പ്ലൈൻ എടുക്കാം. സ്പ്ലൈൻ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കർവ് രൂപത്തിലേക്ക് ആക്കാം. അതിനുള്ള ഒരു ലൈനാണ്. ആദ്യം ഒരു സ്ട്രൈറ്റിൽ ഇടുന്നൊരു ലൈൻ നമുക്കിങ്ങനെ ആക്കി പറഞ്ഞാൽ കർവ് ആകും. എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ സ്ട്രൈറ്റ് ലൈൻ ആവും. പിന്നെ അഗൈൻ സ്പ്ലൈൻ എടുത്തിട്ട് ഇവിടേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, സെലക്ട്. എന്നിട്ട് ഈ ലൈൻ ചൂസ് ചെയ്യാം. ഹൊറിസോണ്ടൽ ഈ ലൈൻ ചൂസ് ചെയ്തിട്ട് ഈ ലൈൻ ഹൊറിസോണ്ടൽ. എന്നിട്ട് ഈ ലൈൻ നമുക്ക് സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം. 73.90. ഓക്കെ, ഈ ലൈൻ 61.15. ഈ ലൈൻ distance between these two lines ഈ പോയിന്റും ഈ ലൈനിന്റെ പോയിന്റും സെലക്ട് ചെയ്യാം. ഈ രണ്ട് ലൈനും ചൂസ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ റിലേഷൻ കൊടുക്കാം. സ്മാർട്ട് ഡയമെൻഷൻ ഈ ലൈനും സെൻറ്റർ പോയിന്റും കൂടിയിട്ട് 57 mm. ഒരു ലൈനും കൂടി ഉണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ദിസ് ടു ലൈൻ 64.60. ഓക്കെ, smart dimension angle between these two lines 64.60. okay, $57.15. നമ്മുടെ ഡ്രോയിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഓക്കെ കൊടുക്കാം. ഇതാണ് അതിൻ്റെ വാല്യൂസ്. ഇത് എടുത്തിട്ട് നേരെ സർഫേസിൽ പോവാം. സർഫേസിൽ പോയിട്ട് റിവോൾവ് സർഫേസ്, അതിന് ആംഗിളായിട്ട് ഈ ലൈൻ ചൂസ് ചെയ്യാം.
ഓക്കെ, കറക്റ്റായിട്ട് ഒരു ഷേപ്പ് വന്നിട്ടുണ്ട് ഇവിടെ. ഈ ലൈനിൻ്റെ ലെങ്ത് നോക്കണം, 220 mm. അപ്പോൾ ശരിയും എക്സിറ്റ് കൊടുക്കുന്നത് റിവോൾവ് ബോക്സിൽ സ്കെച്ച് സെലക്ട് ചെയ്യാം, റിവോൾവ് സർഫേസ്, ആംഗിളായിട്ട് സർഫേസ് സെലക്ട് ചെയ്യാൻ നോക്കി കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലെയിൻ ചൂസ് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് പ്ലെയിൻ, സ്കെച്ച്, ഒരു ലൈൻ ചൂസ് ചെയ്യാം. ഇവിടെ നിന്ന് ഇത് ആംഗിളിൽ ഒരു ലൈൻ, ഡയമെൻഷൻ ലെങ്ത് വന്നിട്ട് 57.90, വിഡ്ത്ത് വന്നിട്ട് 82.70. ഓക്കെ കൊടുക്കാം. എക്സിറ്റ് കൊടുത്തിട്ട് സർഫേസിൽ പോവാം, ട്രിം സർഫേസിൽ പോവാം. സ്കെച്ച് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ അടിഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അവിടെ മാത്രം ഒരു ഹോളോ ആകൃതിയിൽ കട്ടായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹോളോ ടോപ്പിൽ ഹോളോ ഷേപ്പ് വേണം. അതിന് ഓഫ്സെറ്റ് സർഫേസ് വേണം. ഓഫ്സെറ്റ് സർഫേസ് ടോപ്പ് ഭാഗം സെലക്ട് ചെയ്യാം. ടോപ്പ് ഭാഗം സെലക്ട് ചെയ്യാം, 2 mm. നമുക്ക് അടിഭാഗത്തേക്ക് വേണ്ടി അടിഭാഗം സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം. സെക്ഷൻ വ്യൂ എടുക്കുമ്പോൾ അവിടെ കാണാം, ഹലോ 2 mm. ഓക്കെ, ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കാൽഭാഗം ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്ക് അഗൈൻ ഫ്രണ്ട് പ്ലെയിൻ, നോർമൽ ടു സ്കെച്ച്, ലൈൻ ചൂസ് ചെയ്യാം. സെൻട്രൽ ലൈൻ തന്നെയാണ്, സ്ട്രൈറ്റ് ലൈനായിട്ട് ഓക്കെ കൊടുക്കാം. അഗൈൻ ഒരു സ്മാർട്ട് ഡയമെൻഷൻ 230 mm. Again a line, okay. Again സാധാ ലൈൻ, നോർമൽ ലൈൻ, സെലക്ട്. ഈ 2 ലൈനും ചൂസ് ചെയ്യാം. ഈ 2 ലൈനിൻ്റെ പോയിന്റ്, എൻഡ് പോയിന്റ്, വെർട്ടിക്കൽ റിലേഷൻ, സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം, 150. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് 2 ലൈൻ 15 mm. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് 2 ലൈൻ 15 mm. ഓക്കെ, എക്സിറ്റ് കൊടുക്കാം. സർഫേസിൽ പോയിട്ട് റിവോൾവ് സർഫേസ്, സെൻറ്റർ പോയിന്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ കാൽഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ ജോയിൻ ചെയ്യണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബൗണ്ടറി സർഫേസിൽ പോവാം. ഓക്കെ, നമുക്ക് 2 ഇതാദ്യം ക്യാൻസൽ ചെയ്തിട്ട് സ്കെച്ച് 2 എണ്ണം
സെലക്ട് ചെയ്യണം. ഓക്കെ, ഇതിന് നമുക്ക് സീൻ ചെയ്യണം. ബൗണ്ടറി സർഫേസ് ഇപ്പോൾ ആദ്യം ഈ ലൈൻ ചൂസ് ചെയ്യാം, എന്നിട്ട് ഈ സർക്കിൾ. ഓക്കെ, എന്നിട്ട് ഈ ലൈനിന് നമുക്ക് ഇതിൻ്റെ നേരിട്ട് കൊണ്ടുവരാൻ നോക്കാം. ഓക്കെ, എന്നിട്ട് ഈ എഡ്ജിൻ്റെ കർവേച്ചർ ടു ഫേസ് എഡ്ജ് 2 നോർമൽ മാറ്റിയിട്ട് കർവേച്ചർ ടു ഫേസ്. ഏകദേശം കറക്റ്റ് ലൈനിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പോയിന്റ് കറക്റ്റായിട്ട് അതിൻ്റെ സ്ട്രൈറ്റ് ലൈൻ ആക്കിയിട്ട് മാറ്റി വരണം. അടിപൊളിയായിട്ട് ഇരുന്ന് തോന്നുന്നു. ഓക്കെ, കറക്റ്റായിട്ട് അതിൻ്റെ എൻഡ് കർവായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം ട്രിം ചെയ്യണം. ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം.